ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് തരത്തിലുള്ള പറ്റിപ്പുകളെല്ലാം ഇൻ്റർനെറ്റിലൂടെ നടക്കുന്നുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിയാം. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫേസ്ബുക്കിൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കൊമേഴ്സ് ട്രെയിനറെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒന്ന് രണ്ട് വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ നല്ല വീഡിയോസ് എല്ലാമായി തോന്നിയത് കൊണ്ടാണ് ഫോളോ ചെയ്തത്. അവരുടെ വീഡിയോസ് പലതും മോട്ടിവേറ്റിംഗ്, അതുപോലെ എങ്ങനെയാണ് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് എല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ അത് ഫോളോ ചെയ്തു. പിന്നീട് ഞാൻ അധികം വീഡിയോസ് ഒന്നും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. നിവേദ മുരളീധരൻ എന്നാണ് ഇവരുടെ പേര്. കഴിഞ്ഞ 2 ദിവസം മുന്നേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ഐഡിയിൽ നിന്നും ഒരു ഫോളോ റിക്വസ്റ്റ് വന്നിരുന്നു. ഫോളോ റിക്വസ്റ്റ് വന്ന് അടുത്ത ദിവസമാണ് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തത്. ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു മെസ്സേജ് വന്നു. ആദ്യത്തെ മെസ്സേജ് ഹൗ ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോയിങ് എന്നാണ്. അപ്പോൾ ഞാൻ ഇതിന് പെർഫെക്റ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം അവർ റിപ്ലൈ അയച്ചത് ഐ ഹാവ് ഗോട്ട് എ ഗുഡ് റെക്കമെൻഡേഷൻ ഫോർ യു ആൻഡ് വിത്ത് ഇറ്റ് യു വിൽ ബെനിഫിറ്റ് എ ലോട്ട് ഓഫ് ഇൻകം വീക്ക്ലി. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ പറയുന്നത് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം, നിങ്ങൾക്ക് വീക്ക്ലി നല്ല ഇൻകം എല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാണ് അവർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു റിപ്ലൈ കൊടുത്തിരുന്നു. ആമസോണിൽ എപ്രകാരമാണ് നമുക്ക് പ്രൊഡക്ട്സ് എല്ലാം സെൽ ചെയ്യാൻ സാധിക്കുക, അതിൻ്റെ പ്രൊസീജിയറിനെ പറ്റിയെല്ലാം. കാരണം നേരത്തെ ഇവരുടെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ റിപ്ലൈ ചെയ്തപ്പോൾ അവർ തിരിച്ചു വന്ന മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ ക്രിപ്റ്റോ ട്രേഡ് ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിനുള്ള റിപ്ലൈ അല്ല ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്കൊരു ഡൗട്ട് തോന്നുകയും ഞാൻ ഇവരുടെ പേര് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവരുടെ ഒറിജിനൽ ID അല്ല ഇത്. ഇവരുടെ ID അതേപോലെ കോപ്പി ചെയ്ത് മറ്റൊരു അക്കൗണ്ട് വേറെ ഒരാൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ നിന്നാണ് അവർ ഈ മെസ്സേജ് എല്ലാം അയക്കുന്നത്. അവരുടെ അക്കൗണ്ടിൻ്റെ അതേ ജെന്യൂനിറ്റി തോന്നിപ്പിക്കുന്നതിന് അതേ പ്രൊഫൈൽ പിക്ചർ, അതുപോലെ അതേ പേര്, പിന്നെ മറ്റു വീഡിയോസ് എല്ലാം അവർ ഡൗൺലോഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് വച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഫേക്ക് അക്കൗണ്ട് ആണെന്ന് എനിക്ക് മനസ്സിലാവുകയും അതുപോലെ ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിവേദ മാമിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതായത് ഫോർ യുവർ ആക്ഷൻ സംവൺ ക്രിയേറ്റഡ് ഫേക്ക് ID ഇൻ യുവർ നെയിം എന്ന് പറഞ്ഞ്. അതിനുശേഷം അവർ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്ത് പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് അവരുടെ ഫേക്ക് ID യൂസ് ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങളിലൊന്നും ചെന്ന് ചാടരുത് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതുപോലെ പലരും പല തട്ടിപ്പിലെല്ലാം ചെന്ന് ചാടാറുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് ജെന്യൂനായ ആളാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ചും ഇങ്ങോട്ടൊരു റിക്വസ്റ്റ് എല്ലാം വന്ന് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റു സഹായങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഈ കാര്യം നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്തിരിക്കണം. ഇവിടെ എനിക്ക് ആദ്യം ഡൗട്ടൊന്നും തോന്നാതിരിക്കാൻ കാരണം ഇവരെ ഞാൻ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നതാണ്. അതുപോലെ അവരുടെ പ്രൊഫൈൽ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ കോപ്പി ചെയ്താണ് ഇത്തരത്തിൽ ഫേക്ക് ID ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ ആരു കണ്ടാലും ഇത് ഒറിജിനൽ പ്രൊഫൈൽ ആണെന്നാണ് നമുക്ക് തോന്നുക. അതുപോലെ 3000-ൽ കൂടുതൽ ഫോളോവേഴ്സ് എല്ലാം ഉള്ള ഒരു പ്രൊഫൈലായിരുന്നു അത്. അപ്പോൾ നിങ്ങൾ ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരുപാട് പേർ ഇത്തരത്തിൽ തട്ടിപ്പിലെല്ലാം ചെന്ന് ചാടാറുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നവർ അവർ പല കാര്യങ്ങളും സ്റ്റഡി ചെയ്തതിന് ശേഷമെല്ലാമാണ് ഇത്തരത്തിലെല്ലാം ചെയ്യുന്നത്. കാരണം ആദ്യം ഇവർ ഫേസ്ബുക്കിൽ പോയി ആരെല്ലാമാണ് ഇത്തരത്തിൽ ഇവരെ ഫോളോ ചെയ്യുന്നത് അവർക്കാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ റിക്വസ്റ്റ് എല്ലാം അയക്കുന്നത്. അതിനാൽ തന്നെ ജെന്യൂനിറ്റി തോന്നിപ്പിക്കുന്ന വിധമാണ് ഇവരുടെ പ്രവർത്തനമെല്ലാം. എന്നാൽ ഇത്തരത്തിൽ മെസ്സേജസ് എല്ലാം വരുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം ഇത് ഒറിജിനൽ ആണ് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്